ഞങ്ങൾ അഖില കേരള തീവ്രസഭയുടെ ഇവിടുത്തെ നേതാക്കളാണ് ഞങ്ങൾ ഈ നിൽക്കുന്ന ആളുകളെല്ലാവരും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ പാർട്ടികളും, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സാമുദായിക സന്തുലിതാവസ്ഥ നോക്കിയിട്ടാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതാണെന്നാണ് നമ്മൾക്കെല്ലാവർക്കും അറിയാൻ കഴിയുന്ന ഒരു കാര്യമാണത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടി ആണ് ഞങ്ങൾക്ക് ആദ്യമായിട്ട് സമുദായത്തിന് ഒരു സീറ്റ് നൽകിയത്. അങ്ങനെ ഒരു സീറ്റ് കിട്ടിയപ്പോൾ ഞങ്ങളെല്ലാവരും വളരെ സന്തോഷിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിരുന്നത്. ഇന്ന് ആ സീറ്റ് എടുത്തു കളഞ്ഞത് എന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ഞങ്ങൾക്കാർക്കും മനസ്സിലായിട്ടില്ല. കേരളത്തിലെ 10ഓളം പാർലമെൻറ്റ് നിയോജക മണ്ഡലങ്ങളിൽ ഞങ്ങൾക്ക് പ്രാതിനിധ്യമുള്ളൊരു സമുദായമാണ് ഞങ്ങൾ. 48ഓളം നിയമസഭാ മണ്ഡലങ്ങളിലും ഞങ്ങൾക്ക് പ്രാതിനിധ്യമുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ആദ്യമായി സമുദായത്തിന് കിട്ടിയ ആ സീറ്റ് അത് ഒരാൾക്ക് വേണ്ട എന്ന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ അയാളുടെ ഇഷ്ടം അങ്ങനെയാണ്, അതല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിഷയം. ഈ കോൺഗ്രസ് പാർട്ടിയിൽ എത്രയോ ആളുകൾ ഈ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ഈ 10 നിയോജക മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ ഞങ്ങളുടെ സമുദായത്തിൽ നിന്നുള്ള നേതാക്കൾ പലരും ഉണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിലേതെങ്കിലും ഒരാൾക്ക്, ഇപ്പോൾ നമുക്കറിയാം ആലപ്പുഴയിൽ തന്നെ ആലപ്പുഴയുടെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡൻറ്റ് വളരെയധികം അടി കൊണ്ട ഒരാളാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ യൂത്ത് കോൺഗ്രസ് പ്രവർത്തനത്തിൽ. അദ്ദേഹത്തിനെങ്കിലും ആ സീറ്റ് നൽകണമെന്ന് സഭ ആവശ്യപ്പെട്ടിരുന്നു. അത് നിഷേധിച്ചത് കൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ ഇത്തരത്തിലുള്ളൊരു സമുദായത്തിനോടൊരു അവഗണന കാണിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഈ സമൂഹത്തോടാണ് ഞങ്ങൾ ചോദിക്കുന്നത്, എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ തന്നെ പലതരത്തിലും ഞങ്ങളെ അവഗണിക്കുന്ന ഒരവസ്ഥയുണ്ട്. സാമൂഹ്യപരമായും ഞങ്ങൾ മത്സ്യത്തൊഴിലാളികൾ, ധീവര സമുദായം എന്ന് പറയുന്നത് ഹിന്ദു മത്സ്യത്തൊഴിലാളികളായ കേരളത്തിലെ 30 ലക്ഷത്തിൽ കൂടുതൽ വരുന്ന ഈ സമൂഹത്തെ ഏത് നിലയ്ക്കാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ അവഗണിക്കുന്നത്? സംസ്ഥാന സർക്കാർ ഞങ്ങളുടെ വിദ്യാഭ്യാസ മേഖലയിലുണ്ടായിരുന്ന 2% PG കിട്ടേണ്ട അഡ്മിഷൻ സംവരണം അതെടുത്തു കളഞ്ഞു. ഞങ്ങളതിന് ശക്തമായി പ്രതികരിച്ചു. എന്നിട്ട് പോലും അതിന് യാതൊരു പരിഹാരവും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെയാണ് ഇവിടെ ന്യൂനപക്ഷങ്ങളുടെ ദേവസ്വം ബോർഡിലേക്കുള്ള 18% എടുത്തു. അത് തിരിച്ചെടുത്തപ്പോൾ ഞങ്ങൾ ഈ ഇവിടുത്തെ ഹിന്ദു സമുദായത്തിൽപ്പെട്ടവരല്ലേ, ഞങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ആ 18% നിന്ന് എന്തുകൊണ്ട് ഞങ്ങൾക്ക് നൽകിയില്ല? അപ്പോൾ ഈ കോൺഗ്രസ് പാർട്ടി ഈ ടി.എൻ. പ്രതാപനെ സീറ്റ് പിൻവലിച്ചത് ഈ സമുദായത്തോട് കാണിച്ച കടുത്ത അവഗണനയാണ് എന്നാണ് പറയുന്നത്. അതെ, ഞങ്ങൾക്ക് ഇന്ന് നിലവിലുണ്ടായ MP ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തെ മാറ്റി നിർത്താൻ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ചിലപ്പോൾ അദ്ദേഹത്തിന് നിൽക്കണമെന്ന് നിർബന്ധമില്ല എന്ന് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല. പക്ഷേ ഞങ്ങളുടെ സമുദായത്തിൽ ഇഷ്ടം പോലെ ആളുകളുണ്ടല്ലോ, അവിടെയാണ് ഞാൻ പറയുന്ന കാര്യം. അതുപോലെ തന്നെയാണ് ഇപ്പോൾ മരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളായാലും മറ്റു BJP ഇപ്പം കേന്ദ്ര ഗവൺമെൻറ്റിനോട് തന്നെ ഞങ്ങൾ ഒട്ടനവധി ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. മോദിജിനെ ഞങ്ങൾ തൃശ്ശൂർ നേരിട്ട് ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി കാണുകയുണ്ടായി. അദ്ദേഹത്തോട് ഞങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. മുൻപ് BJP ഗവൺമെൻറ് ഭരിച്ച സമയത്തും ഞങ്ങളുടേതായ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് പലതും ഇന്നും ലഭിക്കാതെ നിൽക്കുകയാണ്. അപ്പം ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ഞങ്ങൾക്ക് പ്രത്യേക എതിർപ്പോ മറ്റ് രീതികളൊന്നുമില്ല. ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ ആനുകൂല്യങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കണം. പട്ടികജാതിയിൽ ഉൾപ്പെടാൻ കേരളത്തിൽ നിന്ന് ശുപാർശയുള്ള ഒരു സമൂഹം എന്ന് പറഞ്ഞ ധീവര സമൂഹമാണ്. എന്തുകൊണ്ട് അത് പരിഗണിക്കുന്നില്ല എന്നുള്ളത് ഞങ്ങളുടെ മെയിനായിട്ടുള്ളൊരു വിഷയമാണ്. വ്യക്തമാക്കുകയാണ്. അതെ, തീർച്ചയായിട്ടും ഞങ്ങളെ ഒരു രാഷ്ട്രീയ പാർട്ടിയും, ഞങ്ങൾ ഇന്ന രാഷ്ട്രീയ പാർട്ടി എന്നുള്ളത് ഞങ്ങളുടെ മുന്നിലുള്ള വിഷയമല്ല. ഇപ്പോൾ കോൺഗ്രസുമായി ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള എതിർപ്പുമില്ല. പക്ഷേ ഞങ്ങൾക്ക് ഉണ്ടായ സീറ്റ് 1956 കേരളം രൂപീകൃതമായതിനു ശേഷം ആദ്യമായാണ് ഞങ്ങൾക്കൊരു പാർലമെൻറ്റിലേക്കൊരു സീറ്റ് ലഭിക്കുന്നത്. അത് നഷ്ടപ്പെട്ടാൽ വേറെ ഏതെങ്കിലും ഒരു സമുദായമാണെങ്കിൽ ഇത് അംഗീകരിക്കുമോ? ഞങ്ങളുടെ പരാതികൾ സമൂഹത്തിൻ്റെ മുന്നിൽ ഞങ്ങൾ അത് വയ്ക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടികളാണ് അത് അംഗീകരിക്കേണ്ടത്. ഇത് മാറിയല്ലോ. ഇപ്പോൾ
മുരളി വന്നു. അപ്പോൾ നിങ്ങൾ പിന്തുണ ഉണ്ടാവില്ലേ? അത് ഞങ്ങൾ സംസ്ഥാന കമ്മിറ്റി കൂടി ആ കാര്യം തീരുമാനമെടുക്കും. ഞങ്ങളുടെ ആവശ്യങ്ങളും അങ്ങോട്ട് ഒരു പരിഗണന കിട്ടണമെങ്കിൽ ഇങ്ങോട്ടും അതുണ്ടാകണമല്ലോ. ഇതല്ലെങ്കിൽ തന്നെ പല കാര്യങ്ങളും ഉണ്ടല്ലോ. ഞങ്ങളുമായി സംസാരിക്കുന്നതിന് ആർക്കും ഞങ്ങളുടേതായ ഒരു തടസ്സങ്ങളുമില്ല. ആർക്ക് വേണമെങ്കിലും ഞങ്ങളുമായി സംസാരിക്കാം. ഞങ്ങൾക്ക് അനുകൂലമായി വരുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ മുൻകാലങ്ങളിൽ ഞങ്ങൾ ചെയ്തിട്ടില്ലേ, ഇന്നും ചെയ്യാൻ ഞങ്ങൾ തയ്യാറല്ലേ. പക്ഷേ അത് സംസ്ഥാന കമ്മിറ്റിയാണ് തീരുമാനമെടുക്കുക. ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി ഇനി എന്തെങ്കിലും കൂടുതൽ വിശദീകരണം വേണമെന്നുണ്ടെങ്കിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആലപ്പുഴയിലുണ്ട്, അദ്ദേഹവുമായി നിങ്ങൾക്ക് സംസാരിക്കാം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഈ അതൃപ്തി ഈ പാർട്ടി നേതൃത്വം അറിയിച്ചിരുന്നു? പാർട്ടി നേതൃത്വത്തെ ജനറൽ സെക്രട്ടറി നേരിട്ട് വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ ജനറൽ സെക്രട്ടറി ആലപ്പുഴയിൽ പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. കാര്യങ്ങൾ അവിടെ ചർച്ച നടക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തലയുമായി ചർച്ച നടന്നിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്.